നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ ഫോട്ടോ കണ്ടല്ലോ അല്ലേ? അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് വയ്ക്കുന്നത് നോക്കാം. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിന് നമുക്ക് 14 ഇഞ്ച് ഇറക്കമാണ് വരുന്നത്. ഫ്രണ്ടിന് ഒരു 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം കേട്ടോ. 15 ഇഞ്ച് കൊടുക്കണം. ബാക്ക് എപ്പോഴും നമുക്ക് 1 ഇഞ്ച് ഇറക്കം കുറഞ്ഞ് ഫ്രണ്ട് 1 ഇഞ്ച് ഇറക്കം കൂടിയിരിക്കണം. കാരണം അറിയാമല്ലോ, ബ്രസ്റ്റ് വരുന്ന ഭാഗമായതുകൊണ്ട് ഫ്രണ്ട് 1 ഇഞ്ച് ഇറക്കം കൂട്ടിയിട്ട് വയ്ക്കണം. ബാക്കിൻ്റെ ആ ഇറക്കം ഇട്ടാൽ പറ്റത്തില്ല. അപ്പം നമ്മളിതാ കൈക്കുഴിയും വെട്ടി. കൈക്കുഴിയൊക്കെ വെട്ടാൻ ഞാൻ നേരത്തെ ബ്ലൗസ് വെട്ടാൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മളിതാ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെട്ടിയിടാം. ഇനി ഇതിൻ്റെ ലൈനിങ് വെട്ടാം. ഇതിൻ്റെ ലൈനിങ് വെട്ടുമ്പോൾ ഇതിൻ്റെ ലൈനിങ് നമുക്ക് 8 ഇഞ്ച്, അതായത് ഇതിപ്പോൾ 4 ഇഞ്ചാണുള്ളത് കഴുത്ത്. നമ്മൾ ബാക്കിൽ ട്രാൻസ്പെറൻറ്റ് വരുമ്പോൾ 8 ഇഞ്ച് നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ലൈനിങ് വേണ്ട, വിത്തൗട്ട് ലൈനിങ് ആണ്. അപ്പം നമുക്കവിടെ ലൈനിങ് കുറച്ചിട്ട് വെട്ടണം. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? അത് വെട്ടാൻ എളുപ്പത്തിന് ഇത് വെച്ചിട്ട് ഇതിൻ്റെ അളവിൽ തന്നെ കറക്റ്റായിട്ട് അങ്ങ് വെട്ടുക. ഒരു പീസ് എടുത്താൽ മതി. ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. നമ്മൾ ഈ ലൈനിങ് കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. അതായത് ഇതിൻ്റെ അളവിന് 4 ഇഞ്ച് കഴുത്ത്, 4 ഇഞ്ച് വൈഡ്, 4 ഇഞ്ച് ലെന്തുമായിട്ടുള്ള കഴുത്ത്, ഇതിൻ്റെ കറക്റ്റ് അളവിനാണ് വെട്ടിയെടുത്തത്. അപ്പോൾ നമുക്കിനി 8 ഇഞ്ച് താഴ്ത്തി ലൈനിങ് വേണ്ട അല്ലേ? ഈ 8 ഇഞ്ചിന് ഈ ലൈനിങ് മാത്രം വെച്ചിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് അറിയാൻ പറ്റും. ലൈനിങ് മാത്രമായിട്ട് വെട്ടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മളിനി ഇതിന് 8 ഇഞ്ച് താഴ്ത്തി അളവെടുക്കാം. അതായത് 8 ഇഞ്ച് നമ്മളിവിടെ താഴ്ത്തി വെക്കും. അപ്പോൾ ഇതിനെ നമ്മളിവിടെ നിന്ന് ഇവിടെ ഒരു 1.5 ഇഞ്ച് കളഞ്ഞ് 1.5 ഇഞ്ച് ഷോൾഡർ വിട്ടിട്ട് ബാക്കി നമ്മൾ ലൈനിങ് വരച്ചു വെട്ടാനായിട്ട്. കണ്ടോ, ഇങ്ങനെ വരച്ചു. അതായത് 8 ഇഞ്ച് താഴ്ത്തി ഈ ഇവിടെ 1.5 ഇഞ്ച് നമുക്ക് ലൈനിങ്ങിൻ്റെ ഷോൾഡർ വേണം. ബാക്കി കട്ട് ചെയ്ത് കളയുമോ. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള എടുക്കാം കേട്ടോ. ചിലർക്ക് 9 ഇഞ്ച് വേണം, ചിലർക്ക് 8 ഇഞ്ച് വേണം, ചിലർക്ക് 10 ഇഞ്ച് വേണം. അങ്ങനെ എടുക്കാം. നമ്മൾ അളവിനനുസരിച്ചാണ് എടുക്കണം. ഇങ്ങനെ എടുത്തു കണ്ടല്ലോ. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കൂടെ നമുക്ക് കാണിച്ചു തരാം. ഇത് ഓരോ പീസും നമുക്ക് അങ്ങ് തയ്ച്ച് പോകാം. അപ്പോൾ എളുപ്പമുണ്ട്. നമുക്കിതിനിപ്പോൾ ലൈനിങ്ങാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് തുണി വെച്ച് മറച്ചെടുക്കാം. ഈ ലൈനിങ്ങിൽ മാത്രം നമ്മളിത് ക്രോസ് പീസാണ്. ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴുത്ത് ഫിനിഷാക്കി എടുക്കാം. ഓക്കെ. എനിക്ക് നല്ല സുഖമല്ല, പനിയാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഈ കഴുത്ത് മാത്രം ഇങ്ങനെ തയ്ച്ചെടുക്കണം. അടിയിൽ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കണം. എന്നിട്ട് ഇതിനടിയിൽ വെച്ചിട്ട് നല്ല വശമാണ്, ഇത് നല്ല വശമാണ്, ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെയും ഉണ്ടല്ലോ. ഇത് തിളക്കമുള്ളത്, ഇത് മോശവശം. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആദ്യം നമ്മളത് ഇവിടം വരെ തയ്ക്കുക. നമ്മളിതാ ഇതിൻ്റെ വിത്തൗട്ട് ലൈനിങ് ഉള്ള പോർഷൻ തച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കാണ്. ബാക്കിൽ ഇതിപ്പോൾ 1 ഇഞ്ച് ഇങ്ങനെ നമ്മൾ ഇതിൽ ബോൾ വെച്ചടിക്കും കേട്ടോ. അപ്പോൾ അത് മാറിപ്പോകും. പിന്നെ നമുക്ക് ഇത്രയും ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത്രയും നമുക്ക് ലൈനിങ് ഇല്ലാതെ തയ്ച്ചെടുത്തു. അതായത് നമ്മൾ അകത്തെ ലൈനിങ് തയ്ച്ചെടുത്തതിന് ശേഷം അകത്തെ ലൈനിങ് തയ്ച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൽ കൂടെ ചെറുതായിട്ട് സെയിം കളറാണെങ്കിൽ മാത്രമല്ലേ കൈത്തയിലെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ക്യാൻവാസ് ഇട്ട് ഒട്ടിച്ച് വയ്ക്കുക. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഇതിൽ കൂടെ തന്നെ തയ്ച്ചെടുക്കണം. ഉണ്ടാവും ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഉണ്ട വേണം, അതായത് ബോൾ വേണം. അറിയാമല്ലോ, ഈ തെർമോക്കോളിൻ്റെ ബോൾ പല കളറിലുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടയക്കണം. ഒരു കവറിന് 10 രൂപയുള്ളൂ. കാറ്റ് പോലെ പറന്നു പോകും കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ കട മുഴുക്കയാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ബോളാക്കി ബോള് കെട്ടിയെടുക്കാം. അതായത് ഈ ബോൾ കെട്ടുന്ന ഇങ്ങനെയാണ്. ഇതിനകത്ത് വയ്ക്കുക. ഇത് ഈ ലൈനിങ്ങിൻ്റെ പീസിലാണ് കെട്ടണം. കാരണം സെയിം കളറാണ്. ബ്ലൗസ് പീസ് കട്ടി കുറവായില്ല. ഇതിങ്ങനെ എടുക്കുക, ഒരു കെട്ടിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ ബോൾ പിടിച്ചെടുക്കാം. ബോളാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഇത്രയും ബോളാണ് കേട്ടോ. ഈ ബോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾ വെച്ച് തയ്ക്കണം. അതായത് ഇവിടം മുതൽ നമുക്കിങ്ങനെ ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് ഈ ബോളിൻ്റെ എൻഡിലൂടെ വെച്ചടിക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സൈഡ് ബൂട്ടിട്ട് അടിക്കാം. ഇതിപ്പോൾ കട്ടിയില്ല, തെർമോക്കോളായതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ അടിക്കാം. നമുക്ക് കറക്റ്റ് അളവിന് വെച്ചിട്ട് ഇത് അടിച്ചെടുക്കാം. ഈ ബോൾ ഇങ്ങോട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ വെച്ച് അടിച്ചെടുക്കാം. ഈ ബോൾ ഇതൊരു 16 ബോളാണുള്ളത്. ഈ 16 ബോൾ നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതായത് ഈ സൈഡിൽ കണ്ടോ, ഒരു സൈഡ് മതി കേട്ടോ. ഒരു സൈഡ് ബോൾ വേണ്ട, ഒരു സൈഡ് മാത്രം. അപ്പോൾ ഇത് ഇനി നമുക്ക് തുണിയിട്ട് മറിച്ചടിച്ച് കാണിച്ചു തരാം. കണ്ടോ,
നമ്മളിങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടിച്ചെടുത്താൽ എങ്ങനെയെന്നല്ലേ വിചാരിക്കുന്നത്? കണ്ടോ, ഇതിങ്ങനെയാണ് അടിച്ചെടുക്കുന്നത്. ഇതിനെ ഇവിടെ വെട്ടിക്കളഞ്ഞിട്ട് മറിച്ചടിക്കണം. കണ്ടോ, ഇത് നമ്മൾ ആ ഉണ്ട വെച്ച് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് തുണിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങനെയാണ് അടിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ അടിച്ചെടുക്കണം. ഇങ്ങനെ ഫിനിഷായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ട വരത്തക്ക രീതിയിൽ അടിച്ചെടുക്കണം. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് പൂക്ക് വയ്ക്കുന്ന ഭാഗമാണ്. ഇപ്പുറത്ത് നമുക്ക് കൈ അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് അതിൻ്റെ ബാക്ക് പീസാണ് കേട്ടോ. ബാക്കാണ് ബ്ലൗസിൻ്റെ. ഇതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നത് തയ്ക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പ്രിൻസസ് കട്ടാണ്. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാനും അത് തയ്ക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഈ ബോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നും ഇതെങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റ് അടിക്കുന്നതെന്നും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഹാഫ് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.